ഹലോ. ഞാൻ എത്താൻ വൈകിയൊന്നുമില്ലല്ലോ? ഇല്ലില്ല, ഒട്ടും ലേറ്റായില്ല. ഞാനിപ്പോൾ എത്തിയതേ ഉള്ളൂ. ആക്ച്വലി എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ വീട് അല്പം ചെറുതാണ്. വലിയ വീട് വാങ്ങാനൊന്നും കാശില്ല. സ്ത്രീധനമായി വലിയ വീട് ആവശ്യപ്പെടാമെന്ന് അച്ഛനും അമ്മയും പറഞ്ഞിരുന്നു. പക്ഷെ ഞാനതിന് സമ്മതിച്ചില്ല. എനിക്ക് സ്ത്രീധനം ആവശ്യമില്ല. ദാ 262 വന്നു. ഈ ബസ്സിൽ കയറിയ നിന്റെ കോളേജിലും എന്റെ ഓഫീസിലും ഇറങ്ങാൻ പറ്റും. പോകാമോ? ഒന്ന് മാറൂ, കേറിക്കോട്ടെ. താങ്ക് യു. ലേഡീസ് ആദ്യം കയറട്ടെ. 2 ഫുൾ ഡേ പാസ് തന്നേ. വേണ്ട, എനിക്ക് വൈകുന്നേരം വരെ ഉള്ളൂ. നിങ്ങൾ എന്നും ഫുൾ ഡേ പാസ് ആണോ എടുക്കുന്നത്? അതെ, മാർക്കറ്റിംഗ് ജോബ് അല്ലേ. അപ്പോ ബാന്ദ്രയിൽ നിന്ന് ചർച്ച് ഗേറ്റ് വരെ പോണം. ഇന്നെന്താ വരാൻ വൈകിയത്? ഞാനേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കളക്ട് ചെയ്തിട്ടുണ്ട്. എന്താ ഇതുണ്ടോ, കഴിഞ്ഞ 6 മാസത്തിനിടയിൽ സ്ത്രീധനവുമായി ബന്ധപ്പെട്ടുണ്ടായ കേസുകളില്ലേ, അതിന്റെ ഡീറ്റെയിൽസ് ആയത്. ഇതിൽ 95% കേസുകളിൽ സ്ത്രീധനം ചോദിച്ചവർ ജയിലിനകത്തായിട്ടുമുണ്ട്. അവർ നിന്നോട് ഇൻഡയറക്റ്റ് ആയിട്ടാണ് സ്ത്രീധനം ചോദിച്ചത്. അവർക്കെതിരെ എങ്ങനെയാണ് കേസ് ഫയൽ നമ്മുടെ കയ്യിൽ പ്രൂഫ് ഇല്ലല്ലോ. പ്രൂഫൊക്കെ എന്റെ ഉണ്ടോ? പ്രൂഫ് ഇല്ലാതെ ഞാനൊന്നും ചെയ്യാറില്ല. ഇതണ്ട, ഇത് നോക്ക്. ഞാൻ കഴിക്കുന്ന ഈ മദ്യമാണ് സത്യം. ഇത്രയും അത്യാഗ്രഹം പിടിച്ച ആളുകളെ ഞാൻ കണ്ടിട്ടില്ല. കല്യാണ മണ്ഡപത്തിൽ വെച്ച് സ്ത്രീധനം ചോദിക്കുന്ന ആളുകളോ? പ്രിയയുടെ വിവാഹത്തിന് പങ്കെടുക്കാനാ ഞങ്ങൾ വന്നത്. പെട്ടെന്ന് പയ്യന്റെ അമ്മ അവളുടെ മാരേജ് ഹോൾ തന്നെ സ്ത്രീധനമായി ചോദിച്ചു. എവിടെയെങ്കിലും ഇങ്ങനെ നടക്കൂ? സ്ത്രീധനം കൊടുത്തില്ലെങ്കിൽ വിവാഹം ക്യാൻസൽ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി. ഇങ്ങനെയുള്ളവരെയൊക്കെ ജയിലിലേക്കാണ് അയക്കേണ്ടത്. പിന്നെ പ്രിയ, ഇതുപോലെ ഇനിയും സാക്ഷികളുണ്ട്. അവരൊക്കെ തന്നെ കോടതിയിൽ സാക്ഷി പറയാൻ തയ്യാറുമാണ്. ഇനി കണ്ടോ, ആ തടിച്ചുണ്ടല്ലോ, അവർ ഉറപ്പായിട്ടും ജയിലിലെ ചപ്പാത്തി തിന്നും. പിന്നെ അവരുടെ മകൻ തരുൺ, അവന് 11 വർഷത്തെ തടവും കിട്ടും. എനിക്ക് ആരെയും ജയിലിലൊന്നും അയക്കണ്ട, നീ ഇത് വെച്ചോ. പിന്നെ എന്റെ ജീവിതത്തിൽ ഇവർക്ക് യാതൊരു വിലയില്ലാത്തോണ്ട്. പക്ഷെ നീ എനിക്ക് വേണ്ടി ഇത്രയും ചിന്തിച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട്. ചിന്തിച്ചു നല്ല ചെയ്തു. രാത്രി മുഴുവൻ ഉറങ്ങാതെ ഓരോരുത്തരോട് സംസാരിച്ച് വീഡിയോ ഷൂട്ട് ചെയ്തു. പിന്നെ ഈ കട്ടിങ്സ് കണ്ടെത്തി എനിക്ക് ഇഷ്ടാവാൻ വേണ്ടിയോ? അല്ല, ഞാനിതൊന്നും നിനക്ക് വേണ്ടിയല്ല ചെയ്തത് പ്രിയ. കമോൺ, അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ശിക്ഷ കിട്ടണ്ടേ? ഞാൻ എപ്പോഴും ശരിയുടെ പക്ഷത്താ. ഇനി അഥവാ നീ സ്ത്രീധനം കൊടുത്തിരുന്നെങ്കിൽ നിന്റെ പേരിൽ ഞാൻ കേസ് ഫയൽ ചെയ്തേനെ, കേട്ടല്ലോ. ശരി, ഇരിക്കട്ടെ. സൂക്ഷിച്ചെടുത്ത് പുറത്ത് വെക്ക്. പിന്നെ അതെ, സ്വീറ്റ്സിന്റെ ബോക്സ് ഇനിയും മുറിയിലുണ്ട്, എടുത്തു വെച്ചേക്കണേ. സരള, നീ ഈ സാധനങ്ങളൊക്കെ ഓർത്ത് ഇങ്ങനെ ടെൻഷൻ ആകാതെ മോളെ. നമ്മുടെ മാരേജ് ഹോളിന് 4-5 ബുക്കിംഗ് ആയില്ലേ? എനിക്ക് നിങ്ങളോട് സംസാരിക്കണം. പറഞ്ഞോളൂ. അവസാന നിമിഷത്തിൽ നിങ്ങളുടെ അമ്മ ഞങ്ങളോട് ആവശ്യപ്പെട്ട ഡിമാൻഡ് എന്താണെന്ന് അറിഞ്ഞോ? ആക്ച്വലി പ്രിയ, ആദ്യം ഞാൻ ചോദിച്ചതിന് ഉത്തരം തരൂ. അഥവാ എന്റെ അമ്മ ഈ ഹാൾ എന്റെ പേരിൽ എഴുതി തരുവാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഈ വിവാഹത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. നിങ്ങളുടെ ബന്ധുക്കളെയും കൊണ്ട് തിരിച്ചു പോവില്ലല്ലോ. നോക്കൂ പ്രിയ, എന്നെ തെറ്റിദ്ധരിക്കരുത്. പക്ഷേ നിന്റെ അനിയത്തി നിന്നേക്കാൾ സുന്ദരിയാണെന്ന് എനിക്ക് നേരത്തെ അറിയില്ലായിരുന്നു. ബട്ട് എന്നിട്ടും എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടത്. നിന്റെ ചിന്തകളും ഇഷ്ടമാണ്. പിന്നെ ഈ ഹോളിന്റെ കാര്യമാണെങ്കിൽ, ഈ ഹോൾ നമ്മുടെ പേരിൽ എഴുതി തരുവാണെങ്കിൽ അത് നമുക്ക് രണ്ടുപേർക്കല്ലേ നല്ലത്. നമുക്ക് കുറച്ച് എക്സ്ട്രാ ഇൻകവും കിട്ടുമല്ലോ. ചോദിക്കാൻ ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ബംഗ്ലാവ് തന്നെ ചോദിച്ചേനെ. സ്ത്രീധനമായി വലിയ വീട് ആവശ്യപ്പെടാമെന്ന് അച്ഛനും അമ്മയും പറഞ്ഞിരുന്നു. പക്ഷെ ഞാനതിന് സമ്മതിച്ചില്ല. എനിക്ക് സ്ത്രീധനം ആവശ്യമില്ല. പറഞ്ഞത് ശരിയാ അമ്മ, ഇവര് പറഞ്ഞതല്ല ശരിയാ. ബുൾബുളിന് വേണമെങ്കിൽ ആരെയും കിട്ടും. എനിക്ക് വേണ്ടി ഇവർക്ക് ബംഗ്ലാവ് തന്നെ ത്യജിക്കേണ്ടി വന്നു. ഈ മാരേജ് ഹാൾ ഇവർ ഡിസേർവ് ചെയ്യുന്നു. അമ്മ ഇത് എന്റെ പേരിൽ എഴുതി തരൂ. മോളെ, ഇതല്ലേ ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. ഏതായാലും നീ സമ്മതിച്ചല്ലോ. ഞാൻ പെട്ടെന്ന് പേപ്പർ. ഒരു മിനിറ്റ് അമ്മ, നെഗോസിയേഷൻ നടക്കല്ലേ. അപ്പൊ എനിക്കും കുറച്ച് ഡിമാൻഡ്സ് ഉണ്ട്. എന്റെ അമ്മ ഈ ഹാൾ എന്റെ പേരിൽ എഴുതി തന്നാൽ ഞാൻ നിങ്ങൾക്ക് പകരം നിങ്ങളുടെ കസിനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു.
ഇയാളെ പറ്റി നിങ്ങളും എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. നീ ഇതെന്താ? തരുൺ, ഇയാൾ ഇപ്പോഴല്ലേ അമേരിക്കയിൽ നിന്ന് പഠിച്ചിട്ട് വന്നത്. ഇയാള് നിങ്ങളെക്കാള് സമ്പാദിക്കുന്നുണ്ടാവും, കാണാൻ ഹാൻസവും ആണ്. അതുകൊണ്ട് എനിക്ക് ഇയാളെ വിവാഹം ചെയ്യണം. കുട്ടി, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? എന്റെ മകന് പകരം ഇവനെ കുറിച്ച് സംസാരിക്കുന്നോ? എന്താ ആന്റി, ഞങ്ങള് വില തരുകയല്ലേ. ഹോൾ എന്റെ പേരിലാവുമ്പോ ചോയ്സ് വേണ്ടേതാ. ഞാൻ കോംപ്രമൈസ് ചെയ്യാൻ പോകുന്നില്ല. നീ എന്താ പറയുന്നത് നിനക്കറിയോ? നിങ്ങൾ എന്താ പറയുന്നത് നിങ്ങൾക്കറിയോ? നിങ്ങൾക്ക് ഇന്ന് എന്റെ അനിയത്തി സുന്ദരിയായി തോന്നും, നാളെ നിങ്ങളുടെ ഫ്രണ്ട് സുന്ദരിയായി തോന്നും, ഫ്രണ്ട് അല്ലെങ്കിൽ അയൽവാസി സുന്ദരിയായി തോന്നും. അങ്ങനെ ആരെ വേണമെങ്കിലും തോന്നാൻ തരും. പക്ഷെ ഒരാളുടെ സൗന്ദര്യം വെച്ചാണ് നിങ്ങൾ വിവാഹം തീരുമാനിക്കുന്നത്. എന്റെ അമ്മ എനിക്ക് വരാൻ പോകുന്ന ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കുമ്പോ നിങ്ങൾ അമ്മയുടെ മാരേജ് ഹോൾ സ്വന്താക്കുന്നതിനെ കുറിച്ച് സ്വപ്നം കാണുക. ഒരു പെൺകുട്ടി വീട്ടിൽ നിന്ന് പോകുമ്പോ സ്നേഹം നൽകിയിട്ടാ പോകുന്നത്. ആ സ്നേഹം ഇവരിൽ നിന്ന് പിടിച്ചു വാങ്ങണോ? അമ്മയോട് നിങ്ങൾ ഹോൾ ആവശ്യപ്പെട്ടില്ലേ? അമ്മ സ്വന്തം ജീവൻ തന്നെ തരും. പക്ഷെ ഞാൻ അതിനെങ്ങനെ സമ്മതിക്കും? എന്റെ അമ്മ ഞങ്ങൾ രണ്ടുപേരെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ആദ്യമായിട്ടാ സുരേഷ് ഗുഡ് നൈറ്റ് പറയാതെ ലൈറ്റ് ഓഫ് ചെയ്തത്. രണ്ട് കാര്യങ്ങൾ ഉറപ്പാ. അതിലൊന്ന്, സുരേഷ് ഞങ്ങളുടെ ബുൾബുളും ഒരിക്കലും ചേരില്ല എന്നുള്ളത്. പിന്നെ രണ്ടാമത്തേത്, പ്രിയയുടെ സുരേഷിന്റെ ഇടയിൽ പരസ്പരം വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും പ്രണയം തീർച്ചയായും ഉണ്ട്. അതുകൊണ്ടല്ലേ പ്രിയയുടെ സന്തോഷത്തിനായി സുരേഷ് എന്തും ചെയ്യാൻ തയ്യാറാവുന്നത്. മാത്രമല്ല, പ്രിയയും സുരേഷിനെ എത്ര കെയർ ചെയ്യുന്നു. ചിലപ്പോൾ ഇതുകൊണ്ടാവും ഇതുവരെ മറ്റാരുമായും എന്റെ പ്രിയയുടെ ബന്ധം ചേരാത്തത്. ഇനി ചിലപ്പോ ഇവൾക്ക് സുരേഷിനെയാവും വിധിച്ചിരിക്കുന്നത്. അച്ഛമ്മ പ്ലീസ്, എന്റെ മൂടൊട്ട് ശരിയല്ല. എന്നോട് ജോക്കൊന്നും പറയല്ലേ. അല്ല, എനിക്കും ജോക്ക് പറയാനുള്ള മൂടൊന്നുമില്ല. ഞാനിപ്പോൾ അബയുടെ ലൈവ് പ്രോഗ്രാം കാണിച്ച് നിന്റെ മൂഡ് ശരിയാക്കാനാ ഇങ്ങോട്ട് വന്നത്. അച്ഛമ്മ ഇങ്ങനെ കാണാനായിരുന്നെങ്കിൽ പിന്നെന്തിനാ ഞാൻ ലൈവ് കൺസേർട്ടിന് പോയത്? എനിക്ക് അബിയെ അടുത്ത് നിന്ന് കാണുമായിരുന്നു. ആ സുരേഷ എല്ലാം നശിപ്പിച്ചത്. നിനക്ക് താല്പര്യമില്ലെങ്കിൽ കാണണ്ട, ഞാൻ കണ്ടോളാം. ആഹാ, എത്ര സുന്ദരനായിരിക്കുന്നു. നന്നായി പാടുന്നു. എല്ലാരും അയാളുടെ പാട്ട് കേട്ട് സ്വയം മറന്നു പോകും. എന്തൊരു ശബ്ദമാ. അച്ഛമ്മ ഞാനും കൂടെ കണ്ടോട്ടെ. ദാ ഇതാ കുട്ടി. ആര്? ലക്കി ഗേൾ. വാട്സ്ആപ്പ് ഓട്ടോഗ്രാഫ് പ്ലീസ്. ഓട്ടോഗ്രാഫ് തരുന്ന കുറച്ച് പാടാ, ബട്ട് there is something else that I can give you. അതെന്താണ്? Okay. ഓ, ഫോട്ടോഗ്രാഫ്. നിങ്ങൾക്ക് ഈ കുട്ടി ആരാണെന്ന് അറിയണമെന്നില്ലേ? അച്ഛമ്മ ഏതൊരാൾക്കും ലീഗലിനെ ഇല്ലീഗലാക്കാൻ പറ്റുന്നത് പോലെ ഇല്ലീഗലിനെ ലീഗലാക്കാനും പറ്റും. നാളെ ഞാൻ നേരിട്ട് വരും നിങ്ങളുടെ ആ ഹാളിനെ റെയ്ഡ് ചെയ്യാൻ. ബുൾബുളിന്റെ ഫോട്ടോ? എടാ, നീ ബുൾബുളിനെയാണോ പ്രേമിക്കുന്നത്?